അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പലതും എഴുതാറുണ്ടെന്നുള്ള വിവരം നമ്മുടെ സൂര്യനാരായണറാവുവിനും ശേഷാദ്രിക്കും ഒക്കെ അറിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സംഘത്തിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ പോയി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ജനസംഘത്തിലും പോയി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾ പല ആളുകളായിട്ട് ബന്ധപ്പെടും. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ എപ്പിസോഡുകൾ നിങ്ങൾ എഴുതുവാണെങ്കിൽ അത് ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ സംഘത്തോട് താല്പര്യമുള്ള ആളുകൾക്ക് അത് രസകരമായിരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി. അത് ഞാൻ സംഘത്തിൽ പോയി തുടങ്ങുന്ന കാലത്തോ അല്ലെങ്കിൽ പ്രചാരകനായിരിക്കുന്ന കാലത്തോ അതിൻ്റെ ആദ്യകാലങ്ങളിലെ ഓർമ്മക്കുറിപ്പുകളാണ് ആദ്യം എഴുതിയത്. അങ്ങനെ എഴുതിയ സമയത്ത് അതിനെക്കുറിച്ച് ചില ആളുകൾക്ക് അത് അനാവശ്യമാണെന്ന് തോന്നി, ചില ആളുകൾക്ക് അത് രസപ്പെട്ടു. പക്ഷേ കൂടുതൽ ആളുകൾ രസിച്ചവരാണ്. അപ്പോൾ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊന്നും സംഘത്തിൻ്റെ പഴയ കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഞാൻ എഴുതുന്നത് സംഘത്തിൻ്റെ ചരിത്രമല്ലല്ലോ, വ്യക്തിപരമായിട്ടുള്ള പരാമർശം, അതേപോലെ നാടിൻ്റെ ആൾക്കാർ, ഇതൊക്കെയല്ലേ എഴുതിയിരുന്നത്. വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവർ, എഴുതിയത് വായിക്കാൻ അറിയാത്തവർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാദാപുരത്തിന് അപ്പുറത്ത് കക്കട്ടിലിനൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് നടക്കണം. അവിടെയാണ് നരിപ്പറ്റ. ആ നരിപ്പറ്റയിൽ പഴയ ശാഖയാണ്, കർത്തസാറിൻ്റെ കാലം മുതലേ ഉണ്ട്. അപ്പോൾ അവിടെ പോകണം എന്ന് തീരുമാനിച്ചു. ഞാൻ അവിടെ പോയി. ഒരു നടന്നാലും തീരാത്ത വഴിയാണത്, ചെറിയ വഴിയാണ്. അവിടെ ചെന്ന് അപ്പോൾ അവിടെ ഒരു റേഷൻ കടയുണ്ട്. ആ റേഷൻ കടയിൽ ഈ ഇതെഴുതി കൊടുക്കുന്ന ഒരാളാണ് ഉണക്കൻ എന്ന് പറയും, പി കെ ഉണക്കൻ, പാലോറക്കണ്ടി ഉണക്കൻ. എനിക്കതൊരു രസകരമായിട്ടുള്ള പേരായിട്ട് തോന്നി. കാരണം ഈ ഉണക്കൻ, കറുപ്പൻ എന്നൊക്കെയുള്ള പേരുകൾ ഈ നോർത്ത് മലബാറിൽ വളരെ പ്രസിദ്ധമാണ്. പൊക്കൻ, ഉണക്കൻ, കറുപ്പൻ, വെളുപ്പൻ കറുപ്പ് നിറമായിരിക്കും, ചിലപ്പോൾ കറമ്പൻ വെളുപ്പ് നിറമായിരിക്കും. പിന്നെ ചാത്തു, ചന്തു, ചക്കോട്ടി, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്നതാണ്, ഇങ്ങനത്തെ പേരുകളൊക്കെ. അപ്പോൾ ഈ ഉണക്കൻ എന്നുള്ള ഒരാളെ ഞാൻ ആദ്യം കേൾക്കുകയാണ്. അപ്പോൾ ആ ഉണക്കൻ്റെ റേഷൻ കടയിൽ പോയി. അപ്പോൾ റേഷൻ കടയൊക്കെ അടച്ച് പൂട്ടിയതിന് ശേഷം അദ്ദേഹവുമായിട്ട് പറഞ്ഞു ശാഖയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ നടക്കണം. കുറച്ചുകൂടെ നടന്നാൽ അവിടെ ഒരു പറമ്പിലാണ് സംഘസ്ഥാൻ. ആ ശാഖയൊക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ എവിടെ കിടന്ന് ഉറങ്ങേണ്ടതെന്നുള്ള പ്രശ്നം വന്നു. അപ്പോൾ പറഞ്ഞു, അതിന് എൻ്റെ വീട്ടിലേക്ക് പോരെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ഉണക്കൻ്റെ വീട്ടിൽ. അതൊരു ചെറിയ വീടാണ്, ഓലപ്പുരയാണ്, തറ മെഴുകിയതാണ്. ആകെ ഒരു മുറി അടുക്കള മാത്രമേ കാണുള്ളൂ. ഉണക്കൻ്റെ അമ്മയും ഉണക്കനും മാത്രമേ ഉള്ളൂ അവിടെ. അന്ന് പഴയ കാലത്തെ ആ ഉൾപ്രദേശങ്ങളിലേക്കുള്ള തീയ സ്ത്രീകൾ മേൽമുണ്ട് ഇല്ല. അപ്പോൾ പരിചയപ്പെട്ടു സംഘത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചതെന്ന് പറയുമോ, ഇപ്പം നമ്മുടെ കർത്താസാർ എവിടെയാ എന്ന്. കർത്താസാർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രചാരകനായിരുന്ന രാമേന്ദ്രൻ കർത്താവാണ് ആ പ്രദേശങ്ങളിലൊക്കെ ശാഖ തുടങ്ങിയത്. രാമേന്ദ്രൻ കർത്താവ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല, നാടുവാഴി കുടുംബമാണ് അവരുടേത്. ഈ ഇവിടുന്ന് വാഴൂർക്ക് പോകുന്ന വഴിക്ക് മയവട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ തറവാടുള്ളത്. മീനച്ചിൽ കർത്താക്കന്മാരെന്ന് പറയും. അവർ നാടുവാഴികളാണ്. ഈ പാലായിലെ ആ കത്തീഡ്രലൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം കത്തനാർ വന്ന സമയത്ത് അവർക്ക് കൊടുത്തതും അതിനാവശ്യമായിട്ടുള്ള തടികളും മറ്റു സാധനങ്ങളെല്ലാം അടുപ്പിച്ച് കൊടുത്തത് മീനച്ചിൽ കർത്താവാണ്, ഇവരുടെ ഒരു പൂർവികൻ. അവരിപ്പോഴും പറയും, മീനച്ചിൽ കർത്താവ് വന്നിരുന്ന് പണിയിച്ച പള്ളിയാണ് ഇതെന്ന് പറയും. ആ കർത്താസാറിൻ്റെ മകൻ ഇപ്പോൾ റബ്ബർ ബോർഡിൽ ജോലിയുണ്ട്. അയാൾ അവിടെ ചേരാനൂർ താമസിക്കുന്നു. ഇപ്പോൾ കർത്താസാറിൻ്റെ ഭാര്യ ചേരാനൂരാണ്. കർത്താസാർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കൂ, കർത്താസാർ എന്ന് പറയുന്ന ആൾ അവർ അടുത്ത് പരിചയമായിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെലുത്തിയിട്ടുള്ള അതൊക്കെ കഴിഞ്ഞ് ശാഖയിലൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് അവിടെ വീട്ടിൽ അവരുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി. പുറത്ത് വരാന്തയിലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അന്ന് പോകുന്ന സമയത്ത് കിടക്കാനുള്ള സാമഗ്രികൾ ഞാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരു ഷീറ്റ്, പിന്നെ പുതയ്ക്കാനായിട്ടുള്ളൊരു പുതപ്പ്, ഇതൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ച് കിടത്തി. അപ്പം അവിടെ പായ മതി അതിടാനായിട്ടെന്ന് പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. ഉണക്കനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഈ സ്മൃതി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രചാരകന്മാരെ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സ്വയം സേവകർക്കും വേണമെങ്കിൽ വരാം, സംഘത്തിൽ എന്തെങ്കിലും ചുമതല വേണമെന്നേ ഉള്ളൂ. പുണക്കൻ അവിടുത്തെ മുഖ്യ ഷിക്ഷക്കാണ്. പുണക്കനോട് പറഞ്ഞു, ഇങ്ങനെയുണ്ട്. അപ്പോൾ അയാൾക്ക് വീട്ടിലാരും ഇല്ല വേറെ, അയാളുടെ ഒരു പെങ്ങളെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ നേരെ പറഞ്ഞു, എനിക്ക് വരണമെന്നുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ നാഗ്പൂരിൽ പോകാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു സൈക്കിളുണ്ടായിരുന്നത് വിറ്റ് 120-130 രൂപ ഉണ്ടാക്കി അയാൾ നാഗ്പൂരിൽ വന്നു. കണ്ണൂരിൽ നിന്ന്, നമ്മുടെ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള സ്വയം സേവകരുടെ ഇടയിൽ പ്രചാരകന്മാരല്ലാതെ വന്ന ഒരേ ഒരാൾ ഇയാളാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന്. അന്ന് ആ കണ്ണൂർ ജില്ലയായിരുന്നു ഈ പ്രദേശമൊക്കെ. അയാൾക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അയാളോട് വന്നു, ആ പരിപാടികൾ മുഴുവനും പങ്കെടുത്തു. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയുമോ? ജീവിത സാഫല്യം സാധിച്ചത്
ഗുരുജിയുടെ അമ്മയെ കണ്ടു എന്നുള്ളതാണ്. സ്മൃതി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മുടെ ആബാജി ദത്തെ, ഗുരുജിയുടെ കൂടെ നടക്കുന്ന ആൾ, അദ്ദേഹം ഗുരുജിയുടെ അമ്മയെ ഇങ്ങനെ എടുത്തു പൊക്കി അത് കാണിച്ചു. അവർ ആ ഡോക്ടർ ജിയുടെ പ്രതിമ നോക്കി തൊഴുതു. അതാണ് ഈ ഉണക്കനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. അങ്ങനെ അയാൾ സ്വന്തം ചിലവിൽ പോയി തിരിച്ചു വന്ന് അവിടുത്തെ ശാഖ വളരെ ഭംഗിയായിട്ട് നടത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് സംഘത്തിൽ വന്ന് സൃഷ്ടിച്ചത്? അവർക്കൊപ്പം നിൽക്കാൻ ആർക്ക് സാധിക്കും? ഈ പാലവർക്കൻ്റെ ഉണക്കനെ പോലെ നമ്മളൊക്കെ വെറും നിസ്സാരക്കാരാണ് അത് നോക്കുമ്പോൾ. അതുപോലെ അവിടെ തന്നെ വേറൊരാളുണ്ട്, കൊല്ലനാണ്ടി രാഘവൻ എന്നാണ് പേര്. ധാരാളം ഭൂസ്വത്തുണ്ട്, ഒരു 500 തെങ്ങുണ്ട് അയാൾക്ക്, പാടങ്ങളുണ്ട്, സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്. വട്ടോളിയിൽ സംസ്കൃതം ഹൈസ്കൂളുണ്ട്, ഇപ്പോൾ അത് കോളേജാണെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്നു. അപ്പോൾ അയാൾ കോൺഗ്രസ്സുകാരനാണ്, സംഘത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അയാളുടെ മകൻ രാഘവൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളാണ് അവിടുത്തെ സ്വയംസേവകൻ, നല്ല സ്വയംസേവകനാണ്. അപ്പോൾ രാഘവൻ അവിടെ ഇല്ല. ഞാൻ കയറി ചെന്നപ്പോൾ ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നാരായണനാണ്, സംഘത്തിൻ്റെ പ്രചാരകനാണ്, രാഘവൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇരിക്കുമെന്ന് പറഞ്ഞു, ഇരുത്തി. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പത്തിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടതും അനുഗ്രഹം മേടിച്ചതും, ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിക്കണം, നിങ്ങളുടെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവരെക്കൊണ്ടും സംസ്കൃതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞതും അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് മക്കളെയൊക്കെ സംസ്കൃതം പഠിപ്പിച്ചു. വട്ടോളിയിൽ സംസ്കൃത ഹൈസ്കൂളുണ്ടായിരുന്നു, സംസ്കൃതം കോളേജുണ്ട്. പിള്ളേരെയൊക്കെ അവിടെ അയച്ചാണ് സംസ്കൃതം പഠിപ്പിച്ചത്. അയാളുടെ കുട്ടികൾ ഇരുന്ന് സംസ്കൃതം പാഠങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു സംശയം ആ കുട്ടി ചോദിച്ചു. അത് സംസ്കൃതം എനിക്കറിയില്ല. ഈ രാഘവേട്ടന് ഇത് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. അപ്പോഴാണ് ചോദിച്ചത്, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംഘത്തിൻ്റെ പ്രചാരകൻ. അതല്ല ചോദിച്ചത്, നിങ്ങൾ ആരാ? അപ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല ചോദ്യത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു. നിങ്ങൾ ജാതിയിൽ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജാതി ചോദിക്കരുതെന്നല്ലേ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമികൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ നമുക്കറിയണമല്ലോ. ഇതാണ് ഈ രാഘവേട്ടൻ്റെ പരിപാടി. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ജാതിയിൽ നായരാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മുഴുവനും മാറിയെന്ന് മാത്രമല്ല, അടുക്കളയിൽ ഭാര്യയെ വിളിച്ചു, ഇല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾക്ക് ബസ്സിലുണ്ട് പരിചയമില്ല, നായരാണ്, നിലമൊക്കെ തെളിക്കണം, എന്നിട്ട് വേണം ഇല വയ്ക്കാൻ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നിലമൊക്കെ തിളപ്പിച്ച് ഇല വെച്ച് ഇലയിൽ വിളമ്പി ആഹാരം തന്നു. അപ്പോൾ ഈ ജാതി മനോഭാവം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. എനിക്ക് ആ രാഘവേട്ടൻ്റെ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ മകൻ ശാഖയിൽ വരുന്ന രാഘവൻ അന്ന് അവിടെ ഇല്ല. അയാളുടെ ഭാര്യ വീട് നാദാപുരം ആ കോടതിയുടെ അടുത്താണ്, അവിടെ പോയിരുന്നു. അവിടെ പോയാലും ഇത് തന്നെ സ്ഥിതി. ഇതേപോലെ നമുക്ക് ഉള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പോകുന്ന സമയത്തേ. അപ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വൈവിധ്യമാണത്. അത് അറിയിക്കുക. അത് നമ്മുടെ ഒരു സംഘപ്രചാരകന് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണത്. അത് നമ്മുടെ സ്വയംസേവകരെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശമാണ് സംഘം എഴുതുന്നതിലെ ഒരു ഉദ്ദേശം അതാണ്. സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ജനസംഘം തന്നെയായിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നില്ല. പിന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആയത്. പിണറായി വിജയൻ പറഞ്ഞു ഇത് കേരളമാണ്, അതാണ് കാരണം. അതിന് ഈ ചിന്മയാനന്ദ സ്വാമി ഒരു ഉപമ പറയും, എന്ന് വെച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇൻ്റലിജൻറ്റ് കേരള ടേക്ക് എവറിത്തിങ് വിത്ത് എ ഫ്രഞ്ച് റിസർവേഷൻ എന്നാണ് പറയുക. ചിന്മയാനന്ദ സ്വാമിയെ നമ്മളെ ബുദ്ധിമാന്മാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ഫ്രഞ്ച് റിസർവേഷനോടുകൂടി ഏത് കാര്യം സ്വീകരിക്കുള്ളൂ എന്ന്. എന്താ ഫ്രഞ്ച് റിസർവേഷൻ? ഫ്രഞ്ച് മാൻ തിങ്ക് എവരി അതർ മാൻ എ ഫുൾ അണ്ടിൽ അതർവൈസ് പ്രൂവ്ഡ്. അതാണ് ഫ്രഞ്ച് റിസർവേഷൻ. എവരി അതർ മാൻ എ ഫുൾ അണ്ടിൽ അതർവൈസ്. താനല്ലാതെ മറ്റെല്ലാവരും വിഡ്ഢികളാണ് എന്നാണ് ഫ്രഞ്ചുകാരൻ്റെ ആവശ്യം. അല്ലെങ്കിൽ അയാളത് തെളിയിക്കണം താൻ വിഡ്ഢിയല്ലാന്ന്. ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ചിന്മയാനന്ദ സ്വാമി വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്.